ഫെബ്രുവരി 12 ബുധനാഴ്ച. മാർക്കോസ് 7:14 മുതൽ 23 വരെ വാക്യങ്ങൾ. അന്റിയോക്കസ് നാലാമൻ ഒരു ക്രൂരനായ രാജാവായിരുന്നു. BC 170 അദ്ദേഹത്തിൻ്റെ സൈന്യം ഇസ്രായേൽ കീഴടക്കി. എല്ലാ യഹൂദ വിശ്വാസങ്ങളെയും തുടച്ചു നീക്കാൻ അന്റിയോക്കസ് ദൃഢനിശ്ചയം ചെയ്തു. അങ്ങനെ അദ്ദേഹം ഭയങ്കരമായ ഒരു മതപീഡനം ആരംഭിച്ചു. മഖാബീസിൻ്റെ 2-ാമത്തെ പുസ്തകത്തിലെ ഈ മതപീഡനത്തിൻ്റെ ഒരു ഉദാഹരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ 7 സഹോദരന്മാരെ അവരുടെ വിധവയായ അമ്മ നോക്കി നിൽക്കെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു. എല്ലാം അവർ അശുദ്ധമായ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചതിനാലാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു അവരുടെ പൂർവികൻ മരിക്കാൻ പോലും സന്നദ്ധരായ ഭക്ഷണ നിയമങ്ങൾ മാറ്റിമറിച്ചപ്പോൾ ഫരിസേയർ വളരെ ദ്വേഷത്തോടെ പ്രതികരിച്ചു. ഒരു മനുഷ്യനിൽ പ്രവേശിക്കുന്നതല്ല അവനെ അശുദ്ധനാക്കുന്നത് എന്ന് യേശു പറയുന്നു. മറിച്ച് ആ വ്യക്തിയിൽ നിന്ന് പുറത്തു വരുന്നതാണ് അശുദ്ധമാക്കാൻ സാധ്യതയുള്ളത് എന്ന് അവിടുന്ന് പറയുന്നു. നാം കഴിക്കുന്നതാണ് നമ്മൾ എന്നൊരു ചൊല്ല് കേട്ടിരിക്കാം. ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇതിന് പ്രസക്തിയുള്ളൂ. ഇന്നത്തെ സുവിശേഷ വായനയിൽ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതല്ല, ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നതിൽ ശ്രദ്ധാലുവായിരിക്കാൻ യേശു നമ്മോട് പറയുന്നു. ഇതിനു മുമ്പ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്ന പോലുള്ള ബാഹ്യകാര്യങ്ങളിൽ അമിതമായി ശ്രദ്ധാലുക്കളായിരിക്കുന്നതിനെ മതനേതാക്കളെ അവിടുന്ന് ശകാരിച്ചിരുന്നു. ബാഹ്യമായ ഭക്ഷണം കഴിക്കുന്നത് നമ്മെ പാപികളാക്കുന്നില്ല എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് നമ്മെ അശുദ്ധരാക്കുന്നത്. യേശു പരാമർശിച്ച ഹൃദയം, അത് നമ്മുടെ മനസ്സാക്ഷി, ചിന്തകൾ, മാനസികാവസ്ഥകൾ, വികാരങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു. നമ്മുടെ ചിന്തകളും വികാരങ്ങളും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളുമായി തീരുകയും പിന്നീട് നമ്മുടെ തീരുമാനങ്ങളെ, മനോഭാവങ്ങളെ, ശീലങ്ങളെ ഒക്കെ ആക്കി തീർക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയം സത്യവും നിർമ്മലവുമാണെങ്കിൽ അത് നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ബാഹ്യമായി സ്വയം വെളിപ്പെടുത്തും. മറുവശത്ത് യേശു വിശദീകരിച്ചതുപോലെ നമ്മുടെ ദുഷ്ടചിന്തകൾ, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, അത്യാഗ്രഹം, ദ്രോഹം, വഞ്ചന, കാമാസക്തി, അസൂയ, ദൈവദൂഷണം, അഹങ്കാരം, വിഡ്ഢിത്തം എന്നീ 12 ദുഷ്പ്രവൃത്തികളായി എളുപ്പത്തിൽ മാറും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെയും നാവുകളെയും സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ശ്രദ്ധാലുക്കളായിരിക്കാം. സംസാരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം സ്വയം ചോദിക്കാം, ഈ സാഹചര്യത്തിൽ യേശു എന്ത് പറയും അല്ലെങ്കിൽ ചെയ്യും? നമ്മൾ എന്താണ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത്? നാം ശുദ്ധരും വിശുദ്ധരുമായിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 51-ാം സങ്കീർത്തനത്തിലെ ദാവീദ് രാജാവ് പറയുന്ന പോലെ പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നിൽ നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിച്ച് എൻ്റെ ഉള്ളിൽ ഒരു ശരിയായ ആത്മാവിനെ പുതുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Bangalore.